Have you ever wondered why two people faces the same situation and take completely different decisions? ഒരാൾ സെക്യൂരിറ്റി തിരഞ്ഞെടുക്കുന്നു, another person chooses freedom. ഒരാൾ സമാധാനം നിലനിർത്താൻ വേണ്ടി മിണ്ടാണ്ടിരിക്കുന്നു, but at the same time another person speaks up to defend what they believe. But why? The answer often lies in something called personal values. Personal values are the principles that guide our priorities, decisions and behavior. സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നും നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നും നമ്മൾ തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻറ്റേർണൽ കോമ്പസ് പോലെയാണ് പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുന്നത്. ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഹാവ് വാല്യൂസ്, പക്ഷെ അതെന്താണെന്ന് പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഫാമിലിക്കാണെങ്കിൽ, ജോലി കാരണം കുടുംബത്തോടൊപ്പമുള്ള സമയം കുറയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സും ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. ഓൺ ദ അതർ ഹാൻഡ്, നിങ്ങൾ ഹൈലി വാല്യൂ ചെയ്യുന്നത് അത് അച്ചീവ്മെൻറ്റ്സും ഗ്രോത്തും ആണെങ്കിൽ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ജോലി വരുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെസ്സും ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. അപ്പോൾ പ്രശ്നം ജോലിക്കല്ല, നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ ചോയ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ എക്സസൈസ് പറഞ്ഞു തരട്ടെ. അടുത്തിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള, അഭിമാനിച്ചിട്ടുള്ള, പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റ് അതെന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ദെൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, ആ ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എന്തായിരുന്നു ഇമ്പോർട്ടൻറ്റ്, അതെന്തോ ആവാം, ഓണസ്റ്റി, കൈൻഡ്നെസ്, കറേജ്, ലേണിംഗ്. ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാല്യൂ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. നൗ തിങ്ക് അബൌട്ട് അനദർ സിറ്റുവേഷൻ വിച്ച് അപ്സെറ്റ് യു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തിയിട്ടുള്ളതും സങ്കടപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്. ദെൻ ആസ്ക് വിച്ച് വാല്യൂ വാസ് വയലേറ്റഡ്. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും പ്രോമിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു മേ ഹൈലി വാല്യൂ ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അതേപോലെ നിങ്ങളുടെ വാക്കുകളെ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതെങ്കിൽ യു മേ വാല്യൂ റെസ്പെക്റ്റ്. അപ്പം നമ്മുടെ ഇമോഷൻസ് എപ്പോഴും നമ്മുടെ വാല്യൂസിനോടുള്ള ഒരു ക്ലൂസ് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് സം കോമൺ പേഴ്സണൽ വാല്യൂസ്. ഫ്രീഡം. നിങ്ങൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടമാണോ? മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുമ്പോൾ ഫ്രസ്ട്രേറ്റ് ആവാറുണ്ടോ? ഗ്രോത്ത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? കണക്ഷൻ. നിങ്ങളുടെ ഹാപ്പിനെസ് കൂടുതലും ഫാമിലി, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണോ? സെക്യൂരിറ്റി. ലൈഫ് സ്റ്റേബിൾ ആയിരിക്കുമ്പോഴും ഫ്യൂച്ചർ സെക്യൂർ ആണെന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നുണ്ടോ? കോൺട്രിബ്യൂഷൻ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് തോന്നുന്നുണ്ടോ? ഇനി ഇതിൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ 20 വയസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിങ്ങളുടെ വാല്യൂസ് തന്നെ ആയിരിക്കണമെന്നില്ല 40 വയസ്സിലും നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ ഇയേഴ്സിലും അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സിൽ നിങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്ത് നിങ്ങളുടെ വാല്യൂസിനെ ഒന്ന് നോക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്ത് ശരിയാണെന്നോ പറയാൻ പറ്റില്ല. ദ ഗോൾ ഇസ് നോട്ട് ടു ചൂസ് ദ ബെസ്റ്റ് വാല്യൂ. ദ ഗോൾ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ വാല്യൂസ്. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വാല്യൂസിനോട് അലൈൻ ചെയ്തു പോകുമ്പോൾ ഡിസിഷൻസ് കൂടുതൽ ക്ലിയർ ആവും, റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തി ആവും, ആൻഡ് ലൈഫ് സ്റ്റാർട്ട്സ് ഫീലിംഗ് മോർ മീനിങ്ഫുൾ. സോ ടുഡേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, വാട്ട് ആർ ദ വാല്യൂസ് ദാറ്റ് ഐ റിഫ്യൂസ് ടു കോംപ്രമൈസ് ഓൺ? ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? കാരണം നിങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നും മനസ്സിലാക്കാനുള്ള തുടക്കം ആ ഒരു ഉത്തരത്തിലായിരിക്കും.